എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയിട്ടുള്ള ഉപദേശങ്ങളിൽ ഏറ്റവും നല്ല ഉപദേശമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നീ മറ്റുള്ളവരെ കേൾക്കണം എന്ന് എന്നോട് പണ്ടൊരു അധ്യാപകൻ പറഞ്ഞിട്ടുണ്ട്. ഏത് മേഖലയിലും അത് വളരെ വലിയൊരു കാര്യമാണെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ മറ്റുള്ളവരെ എത്രത്തോളം കേൾക്കുന്നോ അങ്ങനെ ഉള്ളിടത്താണ് നമ്മളെ അവരും കേൾക്കാൻ തയ്യാറാകുന്നത്. അതിനൊത്തിരി ചരിത്രങ്ങളുണ്ട്. മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് വന്ന് സ്വാതന്ത്ര്യസമര നേതാവായിട്ടല്ല വന്നത്. അദ്ദേഹം ആദ്യം ഇറങ്ങി വന്നിട്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുകയായിരുന്നു. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും അദ്ദേഹം കേട്ടു. അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ വിഷമങ്ങൾ, ഞങ്ങളുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും കേൾക്കാൻ തയ്യാറുള്ള ഒരാളുണ്ടായപ്പോഴാണ് ഇന്ത്യൻ ജനത മുഴുവൻ ആ പകുതി മുണ്ടെടുത്തവനെയൊക്കെ വലിയ രാജാവായി അംഗീകരിച്ചത്. എന്നെ ആര് കേൾക്കുന്നോ അവരോട് സംസാരിക്കാനും അവരോട് ഇടപഴകാനും അവരെ അംഗീകരിക്കാനുമാണ് എൻ്റെ മനസ്സ് ഇഷ്ടപ്പെടുന്നത്. ഇന്ന് നമ്മുടെ ബിസിനസ്സിലായാലും നമ്മുടെ കുടുംബങ്ങളിലായാലും രാഷ്ട്രീയത്തിലായാലും എന്തിലും നമ്മുടെ ഒരു ചെറിയ പോരായ്മയാണ് നമ്മൾ മറ്റുള്ളവരെ കേൾക്കാൻ നമ്മൾ സമയം കൊടുക്കുന്നില്ല. ഇന്ന് നമ്മുടെ കുട്ടികൾ പലരും മയക്കുമരുന്നിന് അടിമകളാകുന്നു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകുന്നു എന്ന് കേൾക്കുന്നതിൻ്റെ ഒരു പ്രധാന ഭാഗം നിങ്ങൾ തിരക്ക് നോക്കിക്കോളൂ. അതിൻ്റെ ഒരു അടിസ്ഥാനം ആ കുടുംബങ്ങളിൽ നിന്നാണ്. ആ കുട്ടികളെ കേൾക്കാൻ നമ്മുടെ മാതാപിതാക്കൾ സമയം കൊടുക്കുന്നില്ല. അഥവാ ഇച്ചിരി സമയം കിട്ടി അവരെന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ മുതുകെ ചാടിക്കുരിച്ചുകൊണ്ട് ചെല്ലും. അങ്ങനെ ഒരിക്കലും അവരെ കേൾക്കാൻ നമ്മൾ മനസ്സ് കൊടുക്കാത്തതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അവരുടെ പ്രായത്തിൻ്റേതായ പ്രശ്നങ്ങൾ അവർക്കുണ്ടാവും. അപ്പോൾ അവർ പറയുന്നത് എനിക്കെന്തും എൻ്റെ പിതാവിനോട്, എൻ്റെ അപ്പനോട്, എൻ്റെ അമ്മയോട് പറയാം എന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ ഓരോന്നും നിങ്ങളോട് പറയും. നിങ്ങളതിനെ കേൾക്കാൻ തയ്യാറാവണം. അങ്ങനെ കേൾക്കുന്നവരടുത്ത് അവർ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അവരെ നല്ല വഴിക്ക് നയിക്കാനുള്ള ഒരു സാഹചര്യം, അവരുടെ മനസ്സ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും കേൾക്കണം. ഇനി ബിസിനസ്സുകാരാവട്ടെ, നമ്മുടെ പല ബിസിനസ്സുകാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു MD ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ ചെയർമാനായി കഴിഞ്ഞാൽ പിന്നെ താഴെയുള്ള ആരെയും അവർ കേൾക്കില്ല. അവരെന്താ പറയുന്നത്? ഞാൻ MD അല്ല, ഞാൻ പറയുന്നവൻ കേട്ടാൽ മതി, ഞാൻ പറയുന്നവൻ ചെയ്താൽ മതി. ശരിക്കും പറഞ്ഞാൽ ആ MD എന്ന് പറയുന്ന ആളുടെ താഴത്തിരിക്കുന്ന ചിലപ്പോൾ ഒരു ക്ലർക്കായിരിക്കും. അവൻ അതിനേക്കാളും നല്ല ഐഡിയ അവൻ്റെ മനസ്സിലുണ്ടാവും. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അവനെ നമ്മൾ കേൾക്കണം. അവരെ നമ്മൾ കേൾക്കുക. അതിൽ നിന്ന് നമ്മൾക്ക് നമ്മളുടെ മനസ്സിലുള്ളതിനേക്കാൾ വലിയ ആവശ്യങ്ങൾ, വലിയ പ്രത്യേകതകൾ അല്ലെങ്കിൽ വലിയ സൊല്യൂഷൻസ് നമുക്ക് കിട്ടും. അതുകൊണ്ട് ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും പഠനത്തിലായാലും ഏത് മേഖലയിലും നമ്മൾ മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.